കാവടി എടുക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷെ കാവി ഉടുക്കാൻ പറ്റില്ല. കാവി ഉടുക്കാതെ കാവടി എടുത്താൽ മുരുകൻ പിണങ്ങുമോ? പിണങ്ങുന്നെങ്കിൽ അങ്ങ് പിണങ്ങട്ടെ. അതോ ഇനി കാവി മുണ്ടൊരെണ്ണം വാങ്ങാൻ പാങ്ങില്ലാഞ്ഞിട്ടാണോ? അതോ കാവി ഉടുത്താൽ ആരുടെയെങ്കിലും കണ്ണുരുട്ടൽ കാണേണ്ടി വരുമെന്നുള്ളത് കണ്ടാണോ? ഒന്നും അറിയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവ് കാവി ഉടുക്കാതെ കാവടി എടുത്ത് ധന്യനായി. പക്ഷേ ഇത് ആചാരങ്ങളോടുള്ള അവജ്ഞയാണ് എന്ന് വോട്ടർമാർ മനസ്സിലാക്കുക. ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു ആചാര ലംഘനം, അതും സ്വന്തം നാട്ടിൽ വന്ന് അദ്ദേഹം ചെയ്തത്? തൈപ്പൂയ ദിവസം തന്റെ ഒരു അനുയായിയോടൊപ്പം കാവടിയെടുത്ത് ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന രമേശ് ചെന്നിത്തലയുടെ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാവടിയെടുത്തു. പുലർച്ചെ മേൽശാന്തി മഠത്തിൽ നിന്നും എണ്ണക്കാവടി നിറച്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം നടത്തി. ഇങ്ങനൊരു തലക്കെട്ട് നൽകി ചെന്നിത്തല തന്നെ ഈ വീഡിയോ സ്വന്തം പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിൽ കാവടിയെടുക്കാൻ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പുലർച്ചെ 2-ന് മേൽശാന്തി മഠത്തിൽ നിന്ന് എണ്ണക്കാവടിയാണ് രമേശ് ചെന്നിത്തല വഹിച്ചത്. പക്ഷെ വെള്ളമുണ്ടെടുത്ത് വെള്ളം നേരിയത് പുതച്ചാണ് ചെന്നിത്തല കാവടിയെടുക്കാൻ എത്തിയത്. ക്ഷേത്രത്തിൽ കാവടിയെടുക്കാൻ എത്തിയ ആയിരങ്ങൾ കാവി ധരിച്ച് കാവടിയെടുത്തപ്പോഴാണ് ആചാരങ്ങളോട് ഇത്തരത്തിൽ പരസ്യമായി വിമുഖത കാട്ടി അദ്ദേഹം ആചാരങ്ങളോട് അവഹേളനം കാണിച്ചിരിക്കുന്നത്. ചെന്നിത്തല കാവ്യവസ്ത്രം ധരിക്കാതെ വെള്ളമുണ്ട് ധരിച്ചെത്തിയത് ശരിക്കും പലർക്കും പല രീതിയിലും പല ഭാഗത്തു നിന്നും വിമർശനം വരുന്നുണ്ട്. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും തന്ത്രിമാരും ആചാര്യന്മാരും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ കാവ്യവസ്ത്രം വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് തന്നെയുമല്ല, വ്രതസമയത്ത് സന്യാസ തുല്യമായ ജീവിതം നയിക്കണം എന്നുള്ളതിനാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്നും കാവി ധരിക്കണമെന്നുമാണ് തന്ത്രിമാരുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. എന്നാൽ മറ്റാരെയോ തൃപ്തിപ്പെടുത്താൻ എന്ന മട്ടിലാണ് രമേശ് ചെന്നിത്തല കാവി ഒഴിവാക്കിയത് എന്നാണ് ഭക്തർ പറയുന്നത്. പ്രഹസനം കാട്ടേണ്ട ഇടമല്ല ക്ഷേത്രമെന്നും അവർ പറയുന്നു. കാവടിയാട്ടം 41 ദിവസത്തെ കഠിന വ്രതത്തോടു കൂടിയതും പ്രസിദ്ധവും പ്രത്യേകതയുള്ളതുമായ വഴിപാടാണ്. പാല്, എണ്ണ, നെയ്യ്, തേൻ, ശർക്കര, പനിനീർ, കളഭം, ഭസ്മം, കർപ്പൂരം ഇതിലേതെങ്കിലും വ്രതശുദ്ധിയുള്ള ഭക്തന്മാരുടെ കാവടിയിൽ നിറയ്ക്കുന്നു. എങ്കിലും പനിനീർ പാൽ കാവടികളാണ് ഏറ്റവും പ്രധാനം. തൈപ്പൂയ നാളിൽ കാലത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുള്ളിവരുന്ന കാവടികൾ ഉച്ചയോടെ ക്ഷേത്രത്തിലേക്ക് ആടിയെത്തും. വ്രതഭംഗം വന്നിട്ടില്ലെങ്കിൽ അഭിഷേകത്തിനായി കാവടിയിൽ നിറയ്ക്കുന്ന ദ്രവ്യം കേടുകൂടാതെയും പാൽ പിരിയാതെയും ശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് വിശ്വാസം. ശുദ്ധ കാവടി ദ്രവ്യങ്ങൾ മാത്രമേ അഭിഷേകം നടത്താറുള്ളൂ. ദ്രവ്യം കേടുവന്നു എന്നാൽ കാവടി ഭക്തന്റെ വ്രതശുദ്ധിക്ക് ഭംഗം വന്നതായി മനസ്സിലാക്കി ഈശ്വര കോപ പരിഹാരാർത്ഥം പിന്നാണ്ടിലെ കാവടിക്ക് വ്രതം നോക്കി ശുദ്ധ കാവടിയാടി തീർക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ. ആ അവസരത്തിലാണ് താനൊരു കോൺഗ്രസ്സുകാരനാണ്, കാവ്യ വസ്ത്രത്തിലൂടെ ഒരു വെറുപ്പ് ഈ ഇത്തരം രാഷ്ട്രീയക്കാർക്കുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു കാവി ധരിക്കാതെ വെള്ളമുണ്ട് ഉടുത്ത് കാവടി എടുക്കാൻ വന്നത്. കാവടി വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഭക്തർ പ്രസ്തുത ക്ഷേത്രത്തെ പൂജിച്ച രുദ്രാക്ഷമോ തുളസിയോ കെട്ടിയ മാല മുദ്രയായ കഴുത്തിൽ അണിയണം. വ്രതം തുടങ്ങുന്ന ആദ്യ ദിനം മുതൽ കാവിയോ മഞ്ഞയോ നിറത്തിലുള്ള മുണ്ടുകൾ മാത്രമേ ധരിക്കാവൂ എന്നൊക്കെയാണ് ആചാരം. പാദരക്ഷകൾ, മേൽവസ്ത്രം എന്നിവ ധരിക്കാൻ പാടില്ല. ദേശം വിട്ട് യാത്രകൾ പാടില്ല. വ്രതകാലത്ത് മുടി, താടി, രോമം, നഖം എന്നിവ മുറിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം വെള്ളവസ്ത്രമാണ് ധരിച്ചത്, മേൽമുണ്ട് ധരിച്ചിരുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളോട് ഇത്തരത്തിൽ അവജ്ഞയോടുകൂടി ഇത്തരം കാര്യങ്ങൾ വന്ന് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യുക. ഒരു കാവ്യമുണ്ട് ധരിച്ചു, അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാവ്യമുണ്ട് ധരിച്ച് അത് ചെയ്തു എന്ന് വെച്ച് എന്ത് ദോഷം വരാനാണ്? ഒരു കാവ്യമുണ്ട് ധരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ കാവി ഒരു ചിഹ്നമായിട്ടുള്ള അല്ലെങ്കിൽ കാവ്യ നിറം ഉപയോഗിക്കുന്ന കാവ്യ നിറത്തിന്റെ വക്താക്കളായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമോ? അത്ര പോലും ചിന്തിക്കാനുള്ള കഴിവ് ഈ കോൺഗ്രസ്സുകാർക്കില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. അത്ര മണ്ടന്മാരാണോ? കാവി എന്ന് പറയുന്നത് ആ ആചാരവുമായി എവിടെയെങ്കിലും നമ്മൾ കാവടി ഉടുത്ത ഒരു ഭക്തനെ കാണുമ്പോൾ, കാവടി എടുത്ത ഒരു ഭക്തനെ കാണുമ്പോൾ അവിടെ കാവ്യമുണ്ടില്ലാതെ കണ്ടിട്ടുണ്ടോ? വെളുത്ത മുണ്ടുടുത്ത് കണ്ടിട്ടുണ്ടോ? മഞ്ഞ മുണ്ടുടുത്ത് കണ്ടിട്ടുണ്ടോ? ശരിക്കും ഇത് ഒരു മനഃപൂർവ്വം ഇത്തരത്തിൽ ഹിന്ദുവിനെ അവഹേളിക്കാൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ആചാരത്തെ അവഹേളിക്കാൻ തുനിഞ്ഞു തന്നെ വന്നതാണ്. എന്നാൽ തന്ത്രിമാർ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ അവഹേളിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്ത്രിമാർ ഇത് കണ്ടില്ലേ? ഒരു രാഷ്ട്രീയക്കാരന് ഇതൊക്കെ അനുവദിക്കാം എന്നുള്ള ഒരു കാര്യമാണോ അവിടെ നടന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. എന്തൊക്കെയായാലും ശരി, വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പൊതുജനം ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്, രമേശ് ചെന്നിത്തലയെ വിമർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.